റിവ്യൂസിന്റെ അതിപ്രസരവുമായി റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് MPV അല്ലേ, ഇന്ത്യൻസിനെ നമുക്ക് അട്രാക്ഷൻ തോന്നിയ ഒരു വണ്ടിയായിരുന്നു. അതും സെഗ്മെന്റ് കിങ് അതായിരുന്നു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നോവയുടെ. പണ്ട് ഇന്നോവ വന്നത് 2005 അല്ലേ, ആ സമയത്താണ് ഇന്നോവ വന്നത്. അതെ, കോളസ് തന്നെ എത്ര 10 ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ ഇൻഡിസ്ട്രക്റ്റബിൾ എഞ്ചിൻ അല്ലേ, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റാത്തൊരു എഞ്ചിനാണ്. അതും ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്കണ്ഠയായിരുന്നു. ആ കോളിസിനെ മാറ്റി കഴിഞ്ഞിട്ട് അതേ ഒരു ലെവൽ ഓഫ് കാർ തന്നെ വീണ്ടും വരുമെന്ന്. പിന്നെ ഒരു ഇന്നോവ കൊണ്ടുവന്നപ്പോ ആ സെഗ്മെന്റിൽ ഇല്ല ഇതിനെ കമ്പീറ്റ് ചെയ്യാൻ തന്നെ. ആ ഒരു കംഫർട്ടും ഫാമിലി യൂസും ലോങ് ട്രാവൽ, പിന്നെ നമ്മുടെ യൂണിവേഴ്സൽ ടാക്സി ആയി അല്ലേ നമ്മുടെ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പോഴും 10 ലക്ഷം ഓടിയ ഇന്നോവകൾ നമ്മൾ കാണണല്ലേ. 2.5 ആണ് അത്. അന്ന് മാനുവൽ മാത്രമേ ഉണ്ടായുള്ളൂ അല്ലേ. പിന്നെ ഇന്റർകൂളർ എഞ്ചിൻ വന്നല്ലേ 2011 ആയപ്പോ, 12 ഇന്റർകൂളർ എഞ്ചിൻ വന്നപ്പോ കുറച്ചുകൂടി മൈലേജ് എൻഹാൻസ് ആയി. പക്ഷേ ഇപ്പൊ ക്രിസ്റ്റ 2016 ഫസ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. അതും ആ ഒരു ഫേസ് ലിഫ്റ്റഡ് ഫോർച്യൂണറിന്റെ ഈ ലുക്കിൽ വന്നപ്പോ ഉണ്ടല്ലോ എത്രയോ പേർക്ക് ഭയങ്കര ആരാധകര് കൂടി. എന്താ വെച്ചാൽ ആ ലുക്ക്, ആ ഷാർപ്പ് ലുക്കായിട്ട് വന്ന ക്രിസ്റ്റയില്. പക്ഷെ എഞ്ചിൻ ഓപ്ഷൻസും വന്നു. 2.4 വന്നു, 2.8 വന്നു, ഓട്ടോമാറ്റിക് വന്നു അല്ലേ. നമുക്കൊരു സ്പെഷ്യൽ എഡിഷൻ ഇതിന്റെ ഒരു ടൂറിംഗ് സ്പോട്ട് കിട്ടി. അതെ, അത് അടിപൊളിയായിരുന്നല്ലേ. അത് 2.8 മാത്രം എക്സ്ക്ലൂസീവ് ആയിരുന്നു. പിന്നെ 2.4 എക്സ്ക്ലൂസീവ് ആയിരുന്നു. അതിന് മാത്രമായിട്ട് റെഡ് ഒരു കളർ പെയിന്റ് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പൊ പറയുകയാണെങ്കിൽ 2.5ഉം ഈ ക്രിസ്റ്റ നോക്കുകയാണെങ്കിൽ മെയിൻ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ എഞ്ചിൻ ടോട്ടലി ഡിഫറെന്റ് ആയി അല്ലേ. പിന്നെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷെ നമുക്ക് ഡ്രൈവിൽ പറയുമ്പോൾ ഒരു ഇച്ചിരി കംഫർട്ട് ഇതിനാണ് കുറച്ച് കുറവ് നമുക്ക് പറയാം. പഴയ 2.5 ഭയങ്കര കംഫർട്ട് ആയിരുന്നു അല്ലേ. അതിന് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് കുറച്ചത്? ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂട്ടി ക്രിസ്റ്റ ആയപ്പോ. ഒരു റിച്ച് മാൻ സെക്കൻഡ് കാറിനാണ് ഇതിനെ. അതെ, സത്യം. പിന്നെ ഇപ്പോഴും 2.4 മാത്രമേ ഉള്ളൂ ഇപ്പോഴും പ്രൊഡക്ഷൻ മാർക്കറ്റിലുള്ളത്. അത് മാനുവൽ. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെയാണ് ഈ ക്രിസ്റ്റ മാറി ഇപ്പൊ ഹൈക്രോസ് വന്നല്ലേ. പക്ഷെ ഹൈക്രോസും ഇതും തമ്മിലൊരു ഡിഫറൻസ് എനിക്ക് ഇപ്പോഴും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആക്കിയത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂലോട്ട് പറയാം. ഇതിൽ നമ്മള് ലുക്സും അങ്ങനത്തെ ഒരു ഇതിൽ പോണില്ല. ഇത് എല്ലാവർക്കും കണ്ട് പരിചയമുള്ള വണ്ടിയാണ്. അപ്പൊ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഫുൾ കാര്യങ്ങൾ റൈഡിൽ പറയാം അല്ലേ. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ റിയറിനൊരു കംഫർട്ടിനെ പറ്റി പറയാം. സോ ഇന്നോവയുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ എല്ലാ ജനറേഷൻസിനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് റോ സീറ്റിലെ ഒരു ക്യാപ്റ്റൻ സീറ്റ്സ്. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു അണ്ടർ തൈ സപ്പോർട്ട് അടിപൊളിയാണ്. നമുക്ക് ലെഗ് റൂം ആയാലും നീ റൂം ആയാലും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ ഇഷ്ടം പോലെ സ്പേസസ് കൊടുത്തിട്ടുണ്ട്. അടിയിൽ വേറൊരു ബാറ്ററി പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറിന്റെ പ്ലേസ്മെന്റോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ കംഫർട്ടിന് നമുക്കൊരു സെൻട്രൽ ആംറസ്റ്റ് മറ്റേ ബെഞ്ച് സീറ്റ് വരുന്ന ഒരു മോഡലേ കൊടുത്തിട്ടുള്ളൂ. ഇതിലൊരു ചെറിയൊരു പീസ് ഓഫ് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് റൂഫിലാണ് AC-യുടെ വെൻസ് കൊടുത്തിരുന്നത്. പില്ലറിൽ കൊടുക്കാറുണ്ടെങ്കിൽ നമുക്ക് ടൊയോട്ടയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു, എന്തുകൊണ്ട് സൺറൂഫ് കൊടുത്തില്ല എന്നുള്ളത്. പക്ഷെ അവർ അത് പരിഹരിച്ചത് ഹൈക്രോസ് വന്നപ്പോഴായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ റെഗുലർ ബിറ്റ്സ്, ഹൂക്ക്, ഹാൻഡിൽ എല്ലാ ബിറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ട്രാവലിൽ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ കൺവീനിയൻസിന് വേണ്ടി ഒരു ട്രേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു റിയറിൻ്റെ ഒരു കംഫർട്ട് പറയുകയാണെങ്കിൽ. നല്ല കുഷ്യനായിട്ടുള്ളൊരു കംഫർട്ടാണ്. നമുക്കിതിൻ്റെ തേർഡ് റോ സീറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. സോ
തേർഡ് റോ സീറ്റിന്റെ കംഫർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി 2 പേരാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുന്നത്. മൂന്നാമതൊരാൾക്കും കൂടെ വേണമെങ്കിൽ ഇരിക്കാം. നമ്മൾ പറയുന്ന ക്ലീഷേ ഡയലോഗാണ്, കിഡ്സിനാണ് ഇത് ബെസ്റ്റ് അല്ലേ. പക്ഷെ ഈ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ MPVയുടെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇന്നോവനെ വെട്ടിക്കാൻ പറ്റില്ല. അതെ, വേറൊരു ഗുണമുണ്ട്, ഹൈക്രോസിന് ഇതിനേക്കാളും കുറച്ചുകൂടി സ്പേസ് ആണ്. പഴയ ഇന്നോവ വരെ ആ സ്പേസ് ഉണ്ട് അല്ലെ തേർഡ് റോന്. അതെ, ഇപ്പൊ നിങ്ങൾക്ക് പോണം, അത്രയും പോണം എന്നാണെങ്കിൽ ഒരു അഡൾട്ടിന് ഇരുന്ന് പോവാം, പ്രശ്നമൊന്നുമില്ല. തൈ സപ്പോർട്ടാണ് അത് മാത്രം എനിക്കൊരു ലൈക്ക് ഇഷ്യൂ പോലെ തോന്നുന്നു. ബാക്കി എല്ലായിടത്തും വൈഡായിട്ട് ഇരിക്കാനായാലും സ്ട്രെച്ച് ചെയ്തിരിക്കാൻ രണ്ടാൾക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 3-point സീറ്റ് ബെൽറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. AC കറക്റ്റ് ആംഗിളിൽ വെച്ചിരിക്കണം. ഇവിടെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ, സ്റ്റോറേജ് സ്പേസ്. ചാർജിങ്ങിന്റെ ഓപ്ഷൻസ് ഇല്ല അല്ലേ. പിന്നെ പ്രാക്ടിക്കാലിറ്റി ഇന്നോവ വേറെ ലെവലാണ്, എല്ലാവിടെയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്ലാസ് ഏരിയയും കൊടുത്തിട്ടുണ്ടല്ലേ തേർഡ് റോന്. നമുക്ക് ബൂട്ട് സ്പേസ് മാത്രം ഒന്ന് പറയാം, ഇന്നോവയുടെ മെയിൻ പ്രാക്ടിക്കാലിറ്റി ആണല്ലോ. എല്ലാ റോസും വെച്ചിട്ട് 300 ലിറ്റേഴ്സ് കിട്ടും. ഈ ബാക്കിലത്തെ ഈ തേർഡ് റോളത്തെ സീറ്റ്സ് നമ്മൾ ടംബിൾ ചെയ്താൽ ഒരു 780 ലിറ്റേഴ്സ് വരെ എത്തും. ഇത് ടംബിളിങ്ങും നല്ല ഫാസ്റ്റ് ആണ്. ജസ്റ്റ് ഇത് പിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോഴും ആ ക്ലിപ്പിംഗ് ആണ്. ആക്ച്വലി നമുക്ക് കുറച്ചുകൂടി ഫോൾഡിങ്ങിന് ഒരു സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ നൈസ് ആയിരുന്നു. പണ്ടതും ഇപ്പോഴും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഓക്കെ. പക്ഷെ ആവായിരുന്നു ഒരു ഫീച്ചറായിട്ട്. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് മുകളിലേക്ക് കയറ്റേണ്ട ആ പഴയ സ്റ്റൈൽ തന്നെയാണ്. ഇനി നമുക്ക് ഡ്രൈവിന് പോകാം. അപ്പോൾ നമുക്ക് ഇനി ഡ്രൈവ് പോവാം അല്ലേ. അതെ, ആ ഒരു ടിപ്പിക്കൽ റോറിംഗ് സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2.5 ഇനിയും അളവ് വരുന്നല്ലേ, ഒരു ക്യാരക്ടറായി ക്രിസ് ഇന്നോവയുടെ. ഗിയർ നോബിന്റെ ഷേക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലേ. എനിക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ആ ഇന്നോവ ക്രിസ്റ്റ വരില്ലേ, ആനിമേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡ്രൈവ് പോകാം. എങ്ങനെയുണ്ട്? എന്താ പറയാ, നമുക്ക് തൊടുന്ന എല്ലാ ഭാഗത്തും സോഫ്റ്റ് ടച്ച് ആണെന്നും പറയാൻ പറ്റില്ല, എന്നാൽ തീരെ ഹാർഡ് ടച്ച് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഒരു ലോങ് ലാസ്റ്റിംഗ് ആ ഒരു റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന മെറ്റീരിയൽസ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ഉണ്ട്, ഹാർഡ് പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതെ, പിന്നെ ആ ഒരു ലേ ഔട്ട് ഭയങ്കര ഭംഗിയല്ല, ഒരു കൊണ്ടുവന്ന ഈ ഷേപ്പ് ഒരു അടിപൊളി ഷേപ്പ് ആയിരുന്നു. അതെ, എങ്ങനെയുണ്ട് റൈഡ്? നല്ല കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഡിപ്സ് ഉണ്ടെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിലും കംഫർട്ടാണ് നമ്മുടെ ഇനീഷ്യലി. അത് ഇന്നോവനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റയിലേക്ക് വന്നപ്പോ സസ്പെൻഷൻ കുറച്ചും കൂടി സോഫ്റ്റായി. ആ സോഫ്റ്റ്നെസ് ആ ഒരു നമ്മളെ ഫാമിലി കംഫർട്ടും അതിന് പോകേണ്ട വണ്ടിയാണല്ലോ. അതെ, അതിന് ആ ഒരു കംഫർട്ട് അവർ കൊടുത്തിരിക്കണം ആ ഒരു സസ്പെൻഷൻ. പിന്നെ എഞ്ചിൻ വോയിസ് ഒന്നും അത്യാവശ്യം കേൾക്കാൻ പറ്റില്ല അകത്തേക്ക്. ആ റിഫൈൻമെന്റ് വന്നത് ആക്ച്വലി BS6 കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞു സൗണ്ട് ലെവല് എഞ്ചിന്റെ, അതായത് അകത്തേക്ക് കേൾക്കുമ്പോ. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ BS6 വന്ന ചേഞ്ചസിനെ പറ്റി പറയാം. ഇപ്പൊ ആദ്യമേ തന്നെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള കാഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫിസിക്കൽ കൺട്രോൾസും നോബായിട്ട് എല്ലാം ടച്ചിലേക്കാണ് വരാറ്. ഇവിടെ നേരെ തിരിച്ച സംഭവിച്ചത്. ഈ ടച്ച് ഫംഗ്ഷൻസ് എല്ലാം മാറി ഇപ്പോ ഗിയർ നോബ് ആ ഒരു കൺട്രോൾസ് ലെവലിലേക്ക് പോയി. പിന്നെ പറയുകയാണെങ്കിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർഡ് കൊടുത്തിട്ടുണ്ടല്ലേ. വയർഡ് ഈ ഒരു വേരിയന്റ് ഒരു മൂവ്മെന്റ് ഉണ്ട് വണ്ടിക്ക്, പക്ഷെ എന്നാലൊരു കംഫർട്ടാ. അതെ, പക്ഷെ ആ ഒരു മൂവ്മെന്റ് കുറെ കഴിയുമ്പോ നമുക്കൊരു തോന്നല് തോന്നും. പക്ഷെ നമ്മള് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ അറിയാം. പിന്നെ ഇത് കൂടുതലും ടാക്സി വണ്ടി പോകണോണ്ട് നമ്മൾ അറിയുള്ളതൊന്നും. പിന്നെ ഇതിലിപ്പോ 1,60,000 ഓടിയന്റെ കുറച്ച് ചേഞ്ചസ് ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇനി സ്പെഷ്യലി പറയുന്നത് ഇത് 2019 മോഡൽ അല്ലേ. അതെ, 2.4 ആണ്. 143 bhp 300 Nm ടോർക്ക് എന്തോ കൊടുത്തിരിക്കണം അല്ലേ. 143 bhp മാനുവൽ ആയിട്ട് അത്യാവശ്യം നല്ലൊരു കൊടുത്തിട്ടുണ്ട് അവര്. അതെ, ഇനി നമുക്ക് ഇതിന്റെ ചാസി കോഡ്സ് പറയാം. സോ ബേസിക്കലി ആദ്യം ഇന്നോവ വന്നപ്പോ AN40 ആയിരുന്നു. പിന്നെ ഇന്നോവ ക്രിസ്റ്റ വന്നപ്പോ AN140 ആയി. അങ്ങനെയാണ് ചാസി കോഡ്. ഇത് AN140 ആണ് ചാസി കോഡ്. പിന്നെ ഐക്രോസ് വന്നപ്പോഴാണ് AG10 ആയത്. AG10 അത് മോണോഷോക്ക് ആയി, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയി. ഇതായിരുന്നു നമുക്ക് ലാസ്റ്റ് എറാന്ന് പറഞ്ഞിട്ട് റെയർ വീൽ ഡ്രൈവ് പക്ക ലാഡർ ഓൺ ഫ്രെയിം വണ്ടി എന്ന് പറയാൻ. പിന്നെ എനിക്ക് ഇതിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഇന്ന് ഈ കാർ ഇതിന്റെ ഓണറിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി പുള്ളി സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജെൻ ഇന്നോവ പുള്ളി ഓൺ ചെയ്തിരുന്നു. അറൌണ്ട് ഒരു 4 lakhs കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടാണ് അത് സെല് ചെയ്തത്. അത് സെല് ചെയ്തത് പോലും ഒരു 15 year ലൈഫ് സ്പാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ്. കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ആ വണ്ടീനെ നമുക്ക് അങ്ങനെ കളയാനായിട്ടുള്ള ഒരു റീസൺ ഇല്ല. അതാണ് മെയിൻ കാര്യം. ലൈക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അത് വഴി കളയാനല്ല, നിങ്ങൾക്ക് അത് മടുത്തിട്ട് കളയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരില്ല. എന്തൊരു ഇതാ വരുന്നത്.
എന്നിട്ടാണ് ഈ ഒരു 2019 ഈ ഒരു മോഡൽ എടുത്തത്. എഗെയിൻ ആ ഒരു ഡീസൽ സ്റ്റോപ്പ് ചെയ്താലോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം ചിലപ്പോ 2021 ഇതിന്റെ ഫേസ് ലിഫ്റ്റ് എടുത്തു. ഫേസ് ലിഫ്റ്റ് എടുത്തു അല്ലേ? അത് ലൈക്ക് ഇപ്പൊ ഫാദർ ആണ് ഉപയോഗിക്കണം അല്ലേ കൂടുതലും. സോ നമ്മള് BS6ഉം BS4 ആയിട്ട് മെയിൻ കമ്പയർ ചെയ്യാൻ പോണത്. BS6 ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം DPF. ആ ഡീസലിന്റെ ഫിൽറ്ററിന്റെ ഇഷ്യൂ എന്നാണ് പറയണത് അതിനെ. ആ ഒരു ഇഷ്യൂ ആണ് BS6 കൂടുതൽ നമ്മൾ കേട്ടിരിക്കണം അല്ലേ? ആ ഒരു ഇഷ്യൂ BS4 ഇല്ല പറയുകയാണെങ്കിൽ. പിന്നെ റിഫൈൻമെന്റ് വന്നപ്പോ ഈ ഒരു ത്രോട്ടിൽനെസ് പവറും കുറഞ്ഞു. ആ ഒരു എമിഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ 2.4 ആ ഒരു പവർ ഡെലിവറി കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ലോ എൻഡും ഉണ്ട് കേട്ടോ. ഇപ്പൊ സെക്കൻഡ് ഗിയറിനൊക്കെ സുഖമായി കയറി ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ചെറിയ സ്പീഡിൽ തേർഡ് ഇട്ടാലും നോക്കിംഗ് ഒന്നുമില്ല. വണ്ടി ട്രാക്റ്റബിൾ ആണ് എഞ്ചിൻ. തേർഡിന്ന് വലിക്കുമ്പോ ആ ഒരു പവർ ഉണ്ടോ പെട്ടെന്ന് തന്നെ 68 ഒക്കെ ക്ലോക്ക് ചെയ്ത്. അതെ, ഇതിലിപ്പോ 2 മോഡ്സ് കൊടുത്തിട്ടുണ്ട്, എക്കോ മോഡ്, പവർ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. എക്കോ മോഡിലിട്ട് നമ്മളൊരു ഹൈവേയിൽ ക്രൂസ് ചെയ്ത് എന്തായാലും 15 കിട്ടും അല്ലേ? മാനുവലിന് എസ്പെഷ്യലി മാനുവലിൽ എന്തായാലും കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന് ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ 6 speed 2.4. അതും 21-22 ബിഗിനിങ്ങിൽ മാത്രമാണ് അത് ഉണ്ടായത്. പിന്നീട് അവര് സ്റ്റോപ്പ് ചെയ്തു ആ ഒരു പ്രൈസിന്റെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട്. പിന്നെ നമ്മൾ പറയേണ്ടത് ഇതിന്റെ ലൈറ്റിന്റെ ത്രോ. എന്തായാലും ത്രോ ആ ഒരു ക്രെറ്റ ഓണേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു ബ്രൈറ്റ് കൊടുത്തത്. എസ്പെഷ്യലി ഇതിന്റെ ഫോർച്യൂണറും ആ ത്രോ കൊടുത്തിട്ട് ഇതുണ്ട്. നമ്മൾ ഫ്ലാഷ് അടിക്കുമ്പോൾ അങ്ങ് അറ്റം വരെയാണ് ഇതിന്റെ ത്രോ പോണത്. അതാണ് ഇന്നോവയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഈ പവർ കാരണം ലൈറ്റിന്റെ. പിന്നെ ഇതിന്റെ ആ ഒരു പ്രസൻസ് എല്ലാവരും ഒന്ന് ടേൺ അറൗണ്ട് ഒരു ഇതാണ് കാറ്. പിന്നെ പറയുകയാണെങ്കിൽ ബ്രേക്സ് കുറച്ചൊരു സ്പോഞ്ചിയാണ്. ഇത്ര ഫീഡ്ബാക്ക് ബ്രേക്കിന് ഇല്ലെങ്കിലും പക്ഷെ അത്യാവശ്യം പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോ ഒരു ഒരു നോസ് ഡൈവ് ഉണ്ട്. സസ്പെൻഷന്റേതായിരിക്കും. പിന്നെ ഇന്നോവയുടെ മെയിൻ ഇഷ്യൂ പറയുകയാണെങ്കിൽ ഫീച്ചർ ലാക്കിംഗ് ആണ്. ക്രിസ്റ്റ എപ്പോഴും ഫീച്ചർ ലാക്കിംഗ് ആണ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ സഫാരി ഉണ്ടല്ലേ, സഫാരി XUV 700 ഒക്കെ ഉണ്ട്. പിന്നെ മാരുതിയുടെ ലൈനപ്പില് ഈവൻ ചെറിയൊരു ഡൗൺ സൈസിങ് ആണെങ്കിൽ പോലും XL6 കൊടുത്തിട്ടുണ്ട് കുറച്ച് പ്രീമിയം ആയിട്ട്. അതെ, ഇപ്പോ ഇത്രയും നേരത്തെ ഒരു ഡ്രൈവ് വെച്ച് നോക്കിയപ്പോ ഇപ്പൊ നമ്മള് റഫ് റോഡിൽ ഓടിച്ചപ്പോഴായാലും ഈ ഒരു കംഫർട്ടബിൾ ലെവൽ റോഡിൽ ഓടിച്ചപ്പോഴായാലും ചെറിയൊരു ബംബിനെസ് ഉണ്ട്. അതാ നമ്മൾ നേരത്തെ പറഞ്ഞ സസ്പെൻഷന്റെ ഇത്. അല്ലാതെ നോക്കുമ്പോ ലൈക്ക് കംഫർട്ട് വൈസ് നമ്മള് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക സീറ്റിലേക്ക്. ബാക്ക് സീറ്റിലെ കംഫർട്ടും ഭയങ്കര എത്ര ലോങ് ഓടിയാലും ആ ഒരു ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യില്ല. എക്സെപ്റ്റ് ഡ്രൈവറിന് ഇതിന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഡ്രൈവറിന് ക്ഷീണമില്ല. ക്ലച്ച് ഇത്തിരി ഹെവി ആണ് മാനുവലിന്റെ. പക്ഷെ മാനുവലിന്റെ മൈലേജ് കിട്ടുള്ളൂ. ഇതിന് സിറ്റിയിലും 11-12 ഒക്കെ കിട്ടും അല്ലേ ഈസിലി. ഓട്ടോമാറ്റിക് എടുക്കണമെങ്കിൽ 2.8. അത് എനി ഡേ പോക്കറ്റ് റോക്കറ്റ് BS4 അതൊരു സ്ലീപ്പർ ആണ്. ആ 2.8 ഓട്ടോമാറ്റിക് അത് നിർത്തിയത് ഭയങ്കര സത്യം പറഞ്ഞ സർപ്രൈസ്ഡ് ആയി. ആ ഒരു ഫോർച്യൂണറിന്റെ എഞ്ചിൻ കിട്ടിയപ്പോ അതും ആ ഒരു പ്രൈസിന് അത് ഭയങ്കര ഒരു സങ്കടം ഇതാ നിർത്തിയപ്പോ. അത് പക്കാ സ്ലീപ്പർ വണ്ടി. അത് നമുക്ക് ഒരു ദിവസം കൊണ്ടുവരാല്ലേ, വീഡിയോയില് കൊണ്ടുവരാം. പക്ഷെ പോകെ പോകെ നമുക്ക് അതിന്റെ പ്രൈസിങ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത് തന്നെ 2.4 ടോപ്പിന് 30 lakhs വന്നില്ലേ അല്ലേ? 33 വന്നു. ആ 33 lakhsന് ഫീച്ചേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് ആ കംഫർട്ടും ആ ഒരു എഞ്ചിനും മാത്രമേ ഉള്ളൂ. അത് ലാസ്റ്റ് ചെയ്തോളൂ. ടൊയോട്ട ആക്ച്വലി ലൈക് കസ്റ്റമേഴ്സിന് ആ ഡീസലിൽ നിന്ന് പതിയെ പെട്രോളിലേക്ക് ഒന്ന് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഹൈ ക്രോസ് കൊടുക്കുമ്പോൾ ലൈക് വൈ ഡു വാണ്ട് ടു ബൈ ദ ഡീസൽ? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. നമുക്കിന്റെ പവർ ബോർഡ് ഇട്ടാ ഓൾ ദ വേ ടിൽ 4000 RPM. 4000 കഴിഞ്ഞ പവർ ബാറ്ററി വെളിയിലാണ്. എന്റെ അമ്മോ, ഇത് പെട്ടെന്ന് 100 ക്ലോക്ക് ചെയ്യണം നോക്കി. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ. ആ ഒരു എഞ്ചിൻ സൈസിന്റെ പവർ 2.4ന്റെ അതൊരു ഭയങ്കര തന്നെ അല്ലേ. ഞാൻ ആക്ച്വലി ഒരു പെട്രോളിനേക്കാളും ഡീസലിന്റെ എന്തൂസിയാസ്റ്റ് ആണ്. എനിക്ക് ആ ഒരു സൗണ്ട് ആണ് ഒരു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത്. സത്യം. ഇതിപ്പോ എപ്പോ ആണെങ്കിലും നിർത്താല്ലേ ഈ എഞ്ചിൻ. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് മാനുവൽ മാത്രമായിട്ട് അവർ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ BS6ഉം ഇതുകൂടി നോക്കുകയാണെങ്കിലേ BPFന്റെ ഇഷ്യൂ അല്ലാണ്ട് റിഫൈൻമെന്റ് അതിനാണെങ്കിലും ഈ ഒരു റോ പവർ BS4-നാണുള്ളൂ. BS6ന് അത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ BS4 നിർത്താറായപ്പോ ഒരു ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നത് അതിപ്പോ നിർത്തിയല്ലേ BS6ന്റെ. അതൊക്കെ എക്സ്പെൻസീവ് ആണല്ലോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുക്കുമ്പോൾ. അതും 6 സ്പീഡ് ഓട്ടോമാറ്റിക്. 6 സ്പീഡ്
ഓട്ടോമാറ്റിക് നല്ലൊരു ട്രാൻസ്മിഷൻ തന്നെയാണ്. ഹൈലി റിലയബിൾ എന്നാണ് ഈ പറയുന്നത്. ഈവൻ ആ ഒരു ഓട്ടോമാറ്റിക് ഞാനൊരു 5 lakh 6 lakh അറൌണ്ട് ഓടിയത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതുവരെ എന്റെ ട്രാൻസ്മിഷൻ ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല. പിന്നെ മെയിൻ്റെനൻസ് എന്തായാലും ഉണ്ടാവില്ലേ, എന്തായാലും ടൊയോട്ട ആണെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നും കേടാവും എന്നുള്ള ഒരു പേടി വേണ്ട. ഞാൻ പറയുന്നത് BS4 കേസിലാണ്. BS6 DPF ഇഷ്യൂവും അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങൾ മാത്രം പറയണം, അത് കേൾക്കണം. കൂടുതൽ ഹൈവേ റൺ ആണെന്നാണെങ്കിൽ BS4 എടുക്കാം, BS6 എടുക്കാം അല്ലേ. എല്ലാ 10,000 പ്രോപ്പർ ഓയിൽ സർവീസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും വെയർ ആൻഡ് ടിയർ ഇഷ്യൂസ് വരാണെങ്കിൽ അതും റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇതിൽ കേട്ടിട്ടില്ല ഇതുവരെ. പിന്നെ ഹൈ ക്രോസ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയല്ലോ, ആ ഒരു ഇതും പോയി. ഓക്കെ, ഇനി ഇത് ആർക്കാ വേണ്ടല്ലേ? ഒരു 6 member ഫാമിലിക്ക് പക്ക. ഇതിന്റെ സ്പേസും കംഫർട്ടും കോമ്പറ്റീറ്റീവ്സ് നോക്കുകയാണെങ്കിൽ സഫാരിക്ക് XUV700 കിട്ടുന്ന എനിക്കൊരു ഇതില്ല. കാരണം സഫാരി ആയാലും ഇപ്പൊ എടുത്താലും ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന ഒരു വേർഷൻ ഒരു 2020 ആ ടൈമിലാണ് വന്നത്. അപ്പോഴായാലും ആ ഒരു ക്രയോട്ടിക് 170 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പവർ വൈസ് ആയാലും ഒരു പ്രാക്ടിക്കാലിറ്റി വൈസ് ആയാലും ഇന്ത്യൻസിന് കുറച്ചും കൂടെ പ്രൂവൺ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഇപ്പുറത്തുള്ളപ്പോൾ ലൈക്ക് വൈ ഡു വാണ്ട് ടു ബൈ ദാറ്റ്, ആ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ചിലർക്ക് ഫീച്ചേഴ്സ് ആണ് വേണ്ടത്. അതെ, ഫീച്ചേഴ്സ് വേണം. ഒരു 6 member ഫാമിലി ഉണ്ട് എന്നാണെങ്കിൽ എന്തായാലും സഫാരി XUV700 നോക്കേണ്ടി വരും. പക്ഷെ ഫീച്ചേഴ്സ് ഇല്ല ഇന്നോവ ക്രിസ്റ്റയ്ക്ക്. അത്രയും ഫീച്ചർ ടെക് വേണ്ടവരുണ്ടാവുമല്ലോ. ഇത്രയും പൈസ കൊടുക്കുമ്പോ ഫീച്ചേഴ്സ് വേണം. ഒരു കാര്യം മിസ്സായി പോയി. പവർ വൈസ് പറയുകയാണെങ്കിൽ XUV700 കുറച്ചും കൂടെ അടുത്ത് നിൽക്കും കോമ്പറ്റീഷനിൽ. ഇതിനെ വെട്ടിക്കും ആക്ച്വലി. 185 bhp ഉണ്ടല്ലോ ഡീസൽ. ആ എഞ്ചിൻ അടിപൊളി എഞ്ചിൻ XUV700. അമ്മോ, അത് ഭയങ്കര പവറുള്ള എഞ്ചിൻ. പക്ഷെ നമുക്ക് അറിയില്ല, നമ്മൾ ഇന്നോവയാണ് കൂടുതലും ഓടണം കാണണം അല്ലേ റിലയബിലിറ്റി നോക്കുമ്പോ. മഹീന്ദ്രയും ഓടും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ റീസെയിൽ വാല്യൂ. റീസെയിൽ വാല്യൂ ഭയങ്കര എക്സ്ട്രീം ആണ്. 1 lakh കിലോമീറ്റർ ഓടിക്കോട്ടെ, 5-6 വർഷം പഴയതായിക്കോട്ടെ, സ്റ്റിൽ 2.5 ഇന്നോവയ്ക്ക് എന്ത് വിലയാ പറയണേ. അത് ആക്ച്വലി സെക്കൻഡ് ഈ കുറെ ആഗ്രഹമുള്ളവർക്ക് സെക്കൻഡ് എടുക്കാനും പാടാം, ഇത്രയും കോസ്റ്റ് കൂടുതലായതുകൊണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര റീ രജിസ്ട്രേഷൻ കാശല്ലേ. സത്യം, അത് തന്നെ. എന്നിട്ടും കോസ്റ്റ് ഉണ്ട്. അതെ, റീസെയിൽ വാല്യൂലാണ് പിടിച്ചിരിക്കണം ടൊയോട്ട ശരിക്കും. അത്രയ്ക്ക് തന്നെയുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു അല്ലേ നമ്മളെ റിവ്യൂ. അതെ, പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് MPV ടൊയോട്ട കൊണ്ടുവന്നിരിക്കണം അല്ലേ. ഇപ്പോഴും നമുക്ക് മനസ്സിൽ ഇതിനെ വെട്ടിക്കാൻ ഒരു MPV വേറെ ഇല്ല. ലൈക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാത്ത കുറെ ആവശ്യങ്ങൾ. അത് ടൊയോട്ട എങ്ങനെ പുൾ ഓഫ് ചെയ്ത് അറിയില്ല. ഈ സ്പേസും കംഫർട്ടും എല്ലാം കൂടി ഒരു MPVയിൽ കൊണ്ടുവന്നിരുന്നല്ലേ. അപ്പോൾ അതൊക്കെ ആയിരുന്നു റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ട അല്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും കുറേ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.